സർ, ഇന്നത്തെയും മുമ്പത്തെയും എല്ലാ കാലഘട്ടത്തിലെയും ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഭയം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭയത്തിന് നമ്മൾക്ക് ഈ ഹോളിസ്റ്റിക് രീതിയിൽ വെച്ചിട്ട് എങ്ങനെ നമുക്ക് അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും? അതിരമോള് പറഞ്ഞത് ശരിയാണ്. കാരണം ലോകത്ത് ഒരുപാട് ആളുകൾക്ക് ഭയം എന്ന് പറയുന്ന ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഭയമില്ലാത്ത ആളുകൾ തന്നെ ഇല്ലെന്ന് വേണം പറയാനായിട്ട്. കാരണം എന്തിനും ഏതിനും ചില നിസ്സാര കാര്യം മതി ചില ആളുകൾ ഭയം വരും. ഈ ഭയം വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഭയം പ്രശ്നം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഭയം കൂടി വന്നു കഴിഞ്ഞാൽ ചില ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടാറുണ്ട്. ചില ആൾക്ക് ഭയം മൂലം ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. ഭയം മൂലം ജോലിക്ക് പോകാതിരിക്കുന്ന ആളുകളുണ്ട്. ഭയം മൂലം അവന് ചെയ്യേണ്ടതല്ല കാര്യങ്ങൾക്ക് കൃത്യതയില്ലാതെ പോകുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ ചില ആളുകൾ ചില കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ചില ജീവികൾ കാണുമ്പോൾ പട്ടിയെ പൂച്ചയൊക്കെ കാണുമ്പോൾ വലിയ പാറ്റകളൊക്കെ കാണുമ്പോൾ ഭയക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അതെല്ലാം പ്രശ്നം. അവർ പക്ഷേ അതൊക്കെ ഉറക്കം കിട്ടുന്നതാണ്. ഭയം ഉറക്കം കിട്ടുന്നതായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അത്രയും പ്രശ്നങ്ങൾ നമുക്ക് റേക്കിയിലൂടെ നമുക്ക് ഹീലിംഗ് പ്രോസസ്സിലൂടെ ആ ഭയത്തെ ചെയ്ത് കളയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അത് ഈ നെഗറ്റീവ് മൈൻഡ് ചേഞ്ച് ടെക്നിക്കിലൊക്കെ പെട്ടതാണ് കേട്ടോ. ആ ഒരു രീതിയിൽ നമുക്ക് അതിനെ ഇല്ലാതെയാക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും. സാർ, നമ്മള് തേർഡ് ഐ ടെക്നിക്കും അതുപോലെ തന്നെ പരബ്രഹ്മ ടെക്നിക്കും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ പറ്റി ഒന്ന് സംസാരിക്കും. അത് എങ്ങനെയൊക്കെയാണ് അതിന്റെ ഗുണങ്ങൾ വരുന്നത്, നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും, എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുമോ, പിന്നെ നല്ല നെഗറ്റീവ് സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവുമോ? അപ്പൊ അതിനെ പറ്റിയൊക്കെ ഒന്ന് സംസാരിക്കാമോ? ഇതൊന്നും നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു സൈഡ് എഫക്റ്റോ ഒന്നും സത്യത്തിൽ ഇല്ലത്. എല്ലാം പോസിറ്റീവാണ്. കാരണം ഇതെല്ലാം നമ്മളുടെ ഇപ്പൊ തേർഡ് ഐ ആണെങ്കിലും ചക്ര ആക്ടിവേഷൻ നമ്മളുടെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ഈ ധ്യാനാത്മകമായിട്ട് ആവുക എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ മനസ്സിലെ നിയന്ത്രണം കൊണ്ടുവരിക, നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അപ്പൊ തേർഡ് ഐയിലും അത് തന്നെയാണ് വരുന്നത്. തേർഡ് ഐയിൽ നമ്മുടെ ഒരു പ്രത്യേക സ്ഥാനത്ത് ചെയ്യുന്ന പല ആൾക്കാരും തേർഡ് ഐ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് തേർഡ് ഐ നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ പ്രാണായാമം ആവശ്യമാണ്. അതുപോലെ തന്നെ നിരന്തരമായിട്ടുള്ള സാധനങ്ങൾ ഇതിനകത്ത് ആവശ്യമാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ തേർഡ് ഐ വർക്കാവുള്ളൂ. അതല്ലാതെ എല്ലാവരും തേർഡ് ഐ ഓപ്പൺ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓപ്പൺ ആക്കി യൂട്യൂബിലൂടെയോ ഏതെങ്കിലും ഒരു വീഡിയോസ് കണ്ടിട്ട് ഓപ്പൺ ആക്കേണ്ട സംഗതി അല്ല. അതും നല്ലൊരു ഗുരുവിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ദീക്ഷാ രൂപത്തിൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു അറ്റോൺമെന്റ് പ്രോസസ്സ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം, വേറെ തലത്തിൽ അത്തരത്തിൽ കിട്ടിയാൽ മാത്രമേ അത് വർക്കാവുള്ളൂ. അത് കൃത്യമായിട്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ പലതരത്തിലുള്ള ടെക്നിക്കുകളിലൂടെ നമുക്ക് തേർഡ് ഐ നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് അത് ശരിക്കും പറഞ്ഞാൽ പീരിയൽ ഗ്ലാൻഡിനെയാണ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതിനകത്തേക്ക് നമ്മൾ ശ്രദ്ധ കൊടുത്തുകൊണ്ട് തേർഡ് ഐ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യിക്കുന്ന ഒരു സിസ്റ്റമാണത്. അപ്പൊ അത് നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. തേർഡ് ഐ വേറെ, ചക്ര ആക്ടിവേഷൻ വേറെ, രണ്ടാണ്. അതെ, അപ്പൊ ചക്ര ആക്ടിവേഷനും ഇതേ പ്രോസസ് തന്നെയാണ്. ചക്ര ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ 7 ചക്രാസിനെ നമ്മുടെ ഒരു മാനസിക, ശാരീരിക, വൈകാരിക, സാമ്പത്തിക, ആത്മീയ തലങ്ങളിലെ എനർജി പോയിന്റ്സുകൾ നമ്മുടെ ഈ ചക്ര ബേസ് ചെയ്തിട്ടാണ്. 7 ചക്രാസ് എന്ന് പറയുന്നത് 7 ചക്രാസ് സാധാരണ എടുക്കുന്നുണ്ടെങ്കിലും 72,000-ലധികം നാഡി ചാനലുണ്ട്. അതേപോലെ തന്നെ അത്രയും തന്നെ നമ്മുടെ ചക്രാസ് ഉപചക്രകളൊക്കെയാന്ന് പറഞ്ഞാൽ അത്രയും തരത്തില് ചക്രാസ് നമ്മൾ വരുന്നുണ്ടെന്ന് പറയും നമ്മൾ. അതായത് ഈ 7 ചക്രകൾക്ക് പുറമെ ഒരുപാട് ചക്രാസ് നമുക്കുണ്ട്. അപ്പൊ ഈ ചക്രകളെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് വെറുതെ ആക്ടിവേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അതിനെ ബാലൻസ്ഡ് ആക്കണം, ബാലൻസ് ചെയ്യണം. ഒരു ചക്ര ഓവർ ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ അത് താഴെ ഡൗൺ ആയി പോയി കഴിഞ്ഞാലും പ്രശ്നം. അപ്പം നോർമലി അതിനെ ബാലൻസ്ഡ് ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ വിചാരങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഓരോ ചക്രകളുടെയും അതിൻ്റെതായിട്ടുള്ള പ്രോസസ് ഉണ്ട്. അതിനെ ചക്ര ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗുണഫലങ്ങൾ നമുക്ക് കിട്ടും. അതാണത്. ഓക്കെ സാർ, ഇപ്പൊ ഈ 7 ചക്രങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? വ്യത്യാസം അത് അതിന്റെ ചോദ്യം എനിക്ക് തോന്നുന്നു അതിന്റെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം. അതായത് ഈ 7 ചക്രാസ് നമ്മൾ ചെയ്യുമ്പോൾ ഇതിനെ ആക്ടിവേറ്റ് 7 ചക്രാസിനെ മാത്രം ആക്ടിവേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ആധാരങ്ങൾ എന്ന് പറയുന്ന സംഭവമാണ്. അപ്പൊ ഈ ആധാരങ്ങളെ കൂടെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ചക്ര ആക്ടിവേഷന്റെ പ്രോസസ്സ് ഫുള്ളാവുള്ളൂ. അതിന് 7 ചക്രാസിന് മാത്രം അതിന് മന്ത്രങ്ങളുണ്ട്, അതായത് ബീജമന്ത്രം എന്ന് പറയും. അതുപോലെ തന്നെ മുദ്രകളുണ്ട്, അതിനൊരു കളറുണ്ട്, അങ്ങനെ പിന്നെ അതിന്റെ എതലുകൾ ഇത്ര എണ്ണമുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ മനസ്സിലാക്കി അതിനൊരു സിസ്റ്റം ഉണ്ട്. അത് ചക്ര ആക്ടിവേഷൻ സയൻസ് സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിലൂടെ നമ്മൾ പഠിച്ച് അത് മനസ്സിലാക്കി ചെയ്താൽ മാത്രമേ അത് വർക്കൗട്ട് ആവുള്ളൂ. കാരണം ഇടനാടി, പിങ്കളനാടി, സൂര്യനാടി അല്ലെങ്കിൽ ബ്രഹ്മനാടി,
അല്ലെങ്കിൽ സുഷുമ്നാ നാഡി എന്നൊക്കെ പറയുന്ന ഇങ്ങനെ കുറെ നാഡി ചാനൽസ് ഉണ്ട്. അപ്പൊ അതിനെ പ്രോപ്പറായിട്ട് ഇത് വർക്ക് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവന്ന് ഇത് ബാലൻസ്ഡ് ആയിട്ട് നിൽക്കണം. ഇപ്പൊ ഇട കൂടി കൂടി നിൽക്കുക, തിങ്കൾ താഴ്ന്നു നിൽക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സിംറ്റംസ് നെഗറ്റീവായിട്ട് വരും. അപ്പൊ അതിനെയൊക്കെ ബാലൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ ചക്ര പ്രോപ്പറായിട്ട് ചക്ര ബാലൻസിങ് കറക്റ്റായിട്ട് ചെയ്ത് അതിന്റെ മന്ത്രം ഉച്ചാരണത്തോടുകൂടി മുദ്രകൾ പിടിച്ചുകൊണ്ട് ആ ടെക്നിക്ക് ചെയ്യുമ്പോൾ മാത്രമേ അത് സക്സസ് ആവുള്ളൂ. പലരും ഇത് പാതി വഴിയിൽ വെച്ചിട്ട് നിർത്തിപ്പോകും. എല്ലാവരും ചക്രാക്ടേഷൻ വരുമ്പോൾ പഠിക്കണം എന്ന് തോന്നും, തേടയി എന്ന് പഠിക്കണം എന്ന് തോന്നും. പക്ഷെ വെറുതെ പഠിച്ച് പൈസ കളഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ പുറകെ പോയി നമ്മളത് ഡെയിലി ദൈനംദിനം നമ്മളത് ചെയ്ത് പ്രാക്ടീസ് ആക്കി കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ ഗുണം കിട്ടുള്ളൂ. അല്ലാതെ അതിന്റെ യാതൊരു ഗുണം കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, ഇപ്പൊ സാറ് പറഞ്ഞു നമ്മള് ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഗുരുക്കന്മാരുടെ കീഴിൽ മാത്രമാണ് നമ്മുടെ ഈ റേക്കി ഹീലിംഗ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അല്ലാത്ത ഇപ്പൊ നമ്മുടെ കുറെ മാർക്കറ്റിൽ ഇതേമാതിരി കുറച്ച് പഠിച്ചവരുണ്ടാവും. അപ്പൊ അവർക്ക് അറിയുന്ന ആൾക്കാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. പക്ഷെ എന്താണ് ഇപ്പൊ അതിന് വല്ല ദോഷങ്ങളോ അങ്ങനെ എന്തെങ്കിലും വരാൻ സാധ്യത ഉണ്ടോ? റേക്കി പോലത്തെ ഉള്ള ഊർജ ചികിത്സാ രീതികള് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പഠിക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും ഒക്കെ കഴിയണമെങ്കിൽ അതിനൊരു വിധിയുണ്ട്. കാരണം ഒരുപാട് ആളുകൾ പഠിക്കുന്നുണ്ടെങ്കിലും അവർക്ക് റിസൾട്ട് ഇല്ല. അപ്പോൾ പല മാസ്റ്റേഴ്സും വരുന്നു, ഇപ്പൊ അത് മാസ്റ്റർ ഹീലർമാർ വരുന്നു, അല്ലെങ്കിൽ മാസ്റ്റർമാർ തന്നെ വരുന്നു. അവർ ചെയ്തിട്ട് അവർക്ക് ശരിയാവുന്നില്ല, ആ പ്രോസസ്സ് കറക്റ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് പ്രോബ്ലംസ് വരുന്ന കാര്യമൊക്കെ പറയാറുണ്ട്. അപ്പൊ ഞാനത് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഒരു ഗുരുവിൽ നിന്ന് പഠിച്ച് അഭ്യസിക്കാതെ നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. മുറിവൈദ്യൻ ആളെ കൊല്ലുന്ന പറഞ്ഞ മാതിരി എല്ലാ ഇതിലും ഉണ്ട് ഇത്. എന്തെങ്കിലുമൊക്കെ 4 കാര്യങ്ങൾ പഠിച്ച് യൂട്യൂബിലൂടെയോ അല്ലെങ്കിൽ ഏത് കേട്ടുകേൾവിയിലൂടെയൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരൊരു മാസ്റ്റർമാരായിട്ട് മാറി വരുന്ന ഒരു കാലഘട്ടമാണ്, ഒരു ഗുരുക്കന്മാരായിട്ട് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷെ അത്തരം ചെയ്ത് പോകുന്ന ആളുകൾക്കാണ്, അത്തരം കാര്യങ്ങളിലൂടെ പഠിച്ചെടുക്കുന്ന ആളുകൾക്ക്. ഇപ്പം അടുത്തിടെ വരെ ഒരു പയ്യൻ എൻ്റെ അടുത്ത് അവരുടെ വീട്ടിൽ ഒരു പ്രശ്നമായിട്ട് വന്ന സമയത്ത് അയാളുടെ ഒരു 1 വീക്ക് നമ്മൾ അയാളുടെ ഹീലിംഗ് പ്രോസസ്സൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അയാൾ പറഞ്ഞത് ഞാൻ റേക്കി പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആരാണ് ഗുരു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ തനിയെ പഠിച്ചാന്ന് പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എങ്ങനെയാണ് റേക്കി തനിയെ പഠിക്കുന്നത്? ഇത് നമ്മൾ ഒരു സ്കൂൾ കോളേജ് അല്ലെങ്കിൽ ട്യൂട്ടോറിയൽ കോളേജിൽ പഠിക്കുന്ന പോലെ പുസ്തകം വായിച്ചിട്ട് പഠിക്കേണ്ട സംഗതി അല്ലത്. ആ ദീക്ഷാ സമ്പ്രദായത്തിൽ പഠിക്കേണ്ട പല കാര്യങ്ങളും അത് അതേ രീതിയിൽ തന്നെ പഠിച്ചെടുത്ത് ഈ പഠിച്ചെടുത്തുകൊണ്ട് മാത്രമല്ല ഗുരുത്വം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. പലരും പഠിച്ചു പോകും. ഒരു ഗുരുസ്മരണ, മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്മരണ ഇല്ലാതെ ജീവിതത്തിൽ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാതെ ജീവിതത്തിൽ ഒരാൾക്കും ഒരു സംഗതി കൊണ്ടും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ ഒരു കൈത്തൊഴിൽ പഠിപ്പിച്ചു കൊടുത്ത ഒരു വ്യക്തിയാണെങ്കിലും അയാൾ ഒരു ഗുരുസ്ഥാനം തന്നെ. ഒരാളും ഞാൻ ഗുരുവാണെന്ന് ഞാൻ പറയുന്നില്ല കാര്യം. ഗുരുവിനെ കണ്ടെത്തി ആ ഗുരു ആവുന്നതും ആ ശിഷ്യത്വം ആ പഠിച്ചെടുക്കുന്ന വ്യക്തിയാണ് ഗുരുപട്ടം ചാർത്തി കൊടുക്കുന്നത്. മനസ്സിലാവുണ്ടോ? അതല്ലാതെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഞാൻ വലിയ ഗുരുവാണ്, ഞാൻ വലിയ ഗുരുവാണ്, അല്ലെങ്കിൽ അയാൾ എൻ്റെ ശിഷ്യനാണെന്ന് പറയുന്നതല്ല കാര്യം. അങ്ങനെ പോലും പറയാൻ പാടില്ലെന്നാണ്. ഗുരു അല്ലെന്ന് പറഞ്ഞിട്ട് ഗുരുവായിട്ട് തീരണം. അത് നമ്മളല്ല ആ ഗുരു. മനസ്സിലാവുന്നുണ്ടോ? ആ പഠിച്ചെടുക്കുന്ന വ്യക്തിക്ക് കിട്ടുന്ന അവൻ ഒരാൾക്ക് ചാർത്തി കൊടുക്കുന്ന, അത് നല്ലതോ കെട്ടതോ എന്തായിക്കോട്ടെ, അതിലാണ് ഗുരുത്വം നിൽക്കുന്നത്. അപ്പോൾ പഠിച്ചെടുക്കുന്ന ആളുകൾ പലരും അങ്ങ് പഠിച്ചങ്ങ് പോകും. അത് കഴിഞ്ഞ് യാതൊരു വിവരങ്ങളും ഇല്ല അവരെ പറ്റി. സാർ, ഈ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ക്ഷമ കുറവായിരിക്കുമല്ലോ. അപ്പോ അവർക്ക് നമ്മള് ചില മെത്തേഡ്സ് ഒന്നും അവർക്ക് ഒന്ന് അടങ്ങിയിരിക്കാനൊന്നും പറ്റുണ്ടാവില്ലല്ലോ. അപ്പൊ അവരോടൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഹീലിംഗിന്റെ ഒരു സമീപനം? എങ്ങനെയൊക്കെയാണ് അവർക്കുള്ള പ്രാക്ടീസ് ഒക്കെ കൊടുക്കാൻ? പഠിക്കുന്നതിനെ പറ്റിയാണോ ചോദിക്കണേ? അതെ. അത് ശരിക്കും പറയുകയാണെങ്കിൽ വലിയ ആളുകളെ പറ്റിയാലും കൂടുതലായിട്ട് കുട്ടികളെ പഠിപ്പിച്ചെടുക്കാനാണ് എളുപ്പം. അവർക്കൊരു ആഗ്രഹം ഉണ്ടായാൽ കുട്ടികൾ അതിനാഗ്രഹം ഉണ്ടായാൽ മതി. അവർക്ക് ലക്ഷ്യമൊന്നും കാണുന്നില്ല. അവർക്ക് ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരത് തീരുമാനിക്കുകയാണ് എനിക്കിത് പഠിച്ചെടുക്കണം. പല സ്കൂൾ വിദ്യാഭ്യാസവും അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ അവരെയൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് മാതാപിതാക്കളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്താണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ നമ്മൾ സപ്പോർട്ടീവ് ആവണം. നമ്മൾ സപ്പോർട്ട് കൊടുക്കണം. സപ്പോർട്ട് കൊടുത്ത് തീർച്ചയായിട്ടും കുട്ടികൾ പഠിക്കുകയും അവരിൽ അത് വശമാക്കും. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന റിസൾട്ടിൽ അവർ പെട്ടെന്ന് വിശ്വസിക്കും. വലിയ ആളുകൾ എന്ന് പറഞ്ഞാൽ അവന്റെ സമയത്തിനും സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് മാറ്റപ്പെടും. അത് കാരണം എന്താന്ന് പറഞ്ഞാൽ ജീവിതമായിട്ടുള്ള ആ തോണിയിൽ യാത്രയിൽ സഞ്ചരിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതിനെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. കാരണം അതിന്റെ പുറകെ പോകുമ്പോൾ ഇവൻ ഈ പറയുന്ന അവന്റെ പഠന വിഷയങ്ങൾ അവൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പാതി വഴിക്ക് വെച്ച് നിർത്തിപ്പോകും. വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല.
അവരിപ്പോ അതുകൊണ്ടാണല്ലോ 1-ാം തരം മുതൽ 10-ാം തരം അല്ലെങ്കിൽ ഡിഗ്രി വരെയും അവർ പോകുന്നതിന്റെ അതിൽ തന്നെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോവല്ലേ. അതുകൊണ്ടല്ലേ അവരവിടെ എത്തുന്നത്. ഇടയ്ക്ക് വെച്ച് 5-ാം ക്ലാസ്സുകാരൻ ഞാൻ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തി പോകുന്നുണ്ടോ? പോകുന്നില്ല. മനസ്സിലാവുണ്ടോ? അതിന്റെ കാരണം അതാണ് ആ സമയം. അപ്പൊ ആ സമയത്ത് ഇത്തരം ഇപ്പോ റേക്കി പോലെ അല്ലെങ്കിൽ പ്രാണി ഹീലറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലായിട്ട് ഏത് വിഷയം ആയിക്കോട്ടെ, അവന്റെ വിദ്യാഭ്യാസമായിട്ട് ഉള്ള കാര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഭാവിയിൽ ജീവിതമായിട്ടൊരു ജീവിത ഉപാധികളായിട്ട് ഒക്കെ കൊണ്ടുവരുന്ന ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ അതിന്റെ പേരൻസിനൊക്കെ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരതിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഏറ്റവും നല്ലത് കുട്ടികളെ പഠിപ്പിച്ചെടുക്കാനാണ്. അതാണ് അതിന്റെ ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം. സമ്പൂർണ്ണ ജാതകം, പ്രശ്നപരിഹാരങ്ങളോട് കൂടിയ സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിനായി നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് ഹായ് അയക്കുക. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നവഭാരത് ജ്യോതിഷം നിങ്ങളോടൊപ്പം എന്നും കൂടെയുണ്ട്.